ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവാണ് എൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൊച്ചിയിൽ അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. കൊച്ചി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയതായിരുന്നു എൻ രാധാകൃഷ്ണൻ. പകുതി വില തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം തന്നിട്ട് പോയാൽ മതി എന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രവർത്തകർ രാധാകൃഷ്ണനെ തടഞ്ഞു വെച്ചത്. സഹിൻ ആന്റണി ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. സഹിൻ, ഇപ്പോഴും അവിടെ ഈ പ്രതിഷേധക്കാർ എൻ രാധാകൃഷ്ണനെ തടഞ്ഞു വെച്ചിരിക്കുകയാണോ? എന്താണ് സാഹചര്യം? സേതു, ഇത് ഇന്ന് നടന്നതല്ല, ഇത് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. അതായത് എൻ രാധാകൃഷ്ണനാണ് എറണാകുളം, തൃശ്ശൂർ റവന്യൂ ജില്ലകളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാർജുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്, വോട്ട് ചേർക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ നിയോജക മണ്ഡലങ്ങളുടെ യോഗങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് കമ്മിറ്റി മുതലുള്ള പ്രവർത്തകരുടെ യോഗം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ എത്തിയിരുന്നു. എന്നാൽ ഈ നേതാവായി എത്തിയ അദ്ദേഹത്തെ പ്രവർത്തകർ തന്നെ, ബി.ജെ.പി. പ്രവർത്തകർ തന്നെ തടഞ്ഞു വെക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. തങ്ങളുടെ നഷ്ടമായ പണം തന്നിട്ട് പോയാൽ മതി എന്നുള്ളൊരു സമീപനമാണ് അന്ന് പ്രവർത്തകർ അവിടെ സ്വീകരിച്ചത്. അവിടുത്തെ പ്രാദേശിക നേതാക്കളും മറ്റാളുകളും ഇടപെട്ട് സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് അതിലൊരു അയവ് വന്നതും. സൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംഘടന വഴി ഈ പാതിവില സ്കൂട്ടർ ഒപ്പം തന്നെ ലാപ്ടോപ്പ് അടക്കമുള്ളവ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ബി.ജെ.പി. പ്രവർത്തകർ പണം നൽകിയിരുന്നത്. എന്നാൽ പാതിവില തട്ടിപ്പിൽ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും പണം നഷ്ടമായിരുന്നു. ഈ പണം നഷ്ടമായത് പ്രവർത്തകരുടെ പണമാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ ക്ഷുഭിതരായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾക്കറിയാം, അദ്ദേഹത്തിന്റെ വീട് വളയാനുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ഒരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പണം നൽകാം, അല്ലെങ്കിൽ ചെക്ക് നൽകാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ആളുകൾക്ക് ചെക്ക് നൽകുന്നുണ്ട്. 3 മാസത്തെ സമയം ചോദിച്ചുകൊണ്ടാണ് ഈ ചെക്ക് നൽകുന്നത്. അത് എങ്ങനെ അതിൽ തൃപ്തരല്ലാത്ത പ്രവർത്തകരാണ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചത്. കൊച്ചി നിയോജക മണ്ഡലത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്താകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് എൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ എറണാകുളം അദ്ദേഹത്തിന്റെ തട്ടകമാണ്, അദ്ദേഹത്തിന്റെ ജില്ലയാണ്. അവിടെയാണ് കൊച്ചിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ പ്രവർത്തകർ തന്നെ തടഞ്ഞു വെച്ചത്. സേതു, വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.